സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അവശ്യം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള വ്രതങ്ങളുണ്ട്. അത് 41 ദിവസത്തെ വ്രതമെടുത്തിട്ടാണ് ശബരിമലയിൽ വ്രതമനുഷ്ഠിക്കേണ്ടത്. ആ വ്രതത്തിനും പ്രാധാന്യമുണ്ട്. ഭഗവാൻ ഗീതയിലൊരു വാക്ക് പറയുന്നുണ്ട്. ഈ ചക്രം, ഈ പ്രപഞ്ചം ഒരു ചക്രമാണ്. ആ ചക്രത്തിനനുസരിച്ച് നമ്മളും ജീവിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അന്നാൽഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവാം യജ്ഞാൽഭവതി പർജന്യ യജ്ഞകർമ്മസമുത്ഭവാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഏവം പ്രവർത്തിതം ചക്രം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ പ്രാപഞ്ചിക ചക്രത്തിനെ ന അനുവർത്തയതി, ആര് അനുവർത്തിക്കുന്നില്ലയോ അവനെ ഭഗവാൻ പറയണത് അഖായുരിന്ദ്രിയാരാമോ. അഖായുവാണ് അവൻ, ഇന്ദ്രിയാരാമനുമാണ്. ഇന്ദ്രിയാരാമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലോകത്തിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് സുഖിക്കണം. എൻ്റെ കണ്ണിന് സുഖമുണ്ടാവണം, എൻ്റെ മൂക്കിന് സുഖമുണ്ടാവണം, എൻ്റെ രുചിക്ക് നാവിന് സുഖമുണ്ടാവണം, എൻ്റെ ശരീരത്തിന് സുഖമുണ്ടായിരിക്കണം, എൻ്റെ മനസ്സിന് സുഖമുണ്ടായിരിക്കണം. ബാക്കി ആർക്ക് എന്ത് പറ്റിയാലും വിഷയമില്ല. ഇവനാണ് ഇന്ദ്രിയാരാമൻ എന്ന് പറയുന്നത്. ഇവൻ ശ്വസിക്കുന്ന വായു അഖമാണ് എന്നാണ്, പാപമാണ് എന്നാണ്. അത്രയ്ക്ക് നികൃഷ്ടമായിട്ടാണ് ഭഗവാൻ അങ്ങനെയുള്ള വ്യക്തികളെ പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതം നമുക്കനുഭവിക്കാനാണ് ഈ പ്രപഞ്ചം നമുക്ക് തന്നിട്ടുള്ളത് എങ്കിലും അതിനൊരു ധാർമ്മികത ഉണ്ടായിരിക്കണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വന്നിടേണം. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കാ, ട്രാൻസ്ലേഷൻ. അതൊരു സംസ്കൃത ശ്ലോകത്തിൻ്റെ മലയാള തർജ്ജിമയാണത്. അതിൽ പറയണത് നമ്മളുടെ സുഖത്തിന് വേണ്ടി ആചരിക്കുന്നത് മറ്റുള്ളവരുടെ സുഖത്തിന് കൂടെ കാരണമാകണമെന്നാണ്. അങ്ങനെ സുഖത്തിന് വേണ്ടി എന്തും ആചരിക്കാം എന്ന ബോധത്തിൽ നിന്ന് ചിലതെല്ലാം നിയന്ത്രിക്കാൻ പഠിക്കണം. ആ നിയന്ത്രിക്കാൻ പഠിക്കണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരുപാട്, ഇപ്പം ഏത് ശീലമായാലും പെട്ടെന്ന് നിർത്തുമ്പം അത് ശരീരത്തിന് മൊത്തം എഫക്റ്റ് ചെയ്യും. ചിലരെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും, മനസ്സിനെ എഫക്റ്റ് ചെയ്യും. അത് വരാതെ കണ്ടിരിക്കാൻ ഒരു താളക്രമം ഉണ്ടാക്കണം. അതിന് നമ്മളുടെ ശരീരത്തെ ആഹാരത്തിൻ്റെ രീതിയിലും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഏതെല്ലാം അർത്ഥത്തിൽ അതിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുമോ ആ നിയന്ത്രിക്കുന്ന വിധത്തിലുള്ള ഒരു ചിട്ട പാലിച്ചെടുക്കണം. അതിനാണ് വ്രതം എന്ന് പറയുന്നത്. ആ വ്രതം കൊണ്ട് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, വേദന ഉണ്ടാവും. നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു സാധനം നമുക്ക് പെട്ടെന്ന് വേണ്ടാന്നൊക്കെ പറയുമ്പോൾ വിഷമമുണ്ടാവും. പക്ഷേ എങ്കിലും അത് ശരീരത്തിന് മാത്രമല്ല സമൂഹത്തിൻ്റെ നന്മയ്ക്ക് കൂടെ അത് കാരണമാണ്. അതുകൊണ്ട് കഴിയുന്നതും ഹിന്ദുവിനെ സംബന്ധിച്ച് ഏകാദശി വ്രതമുണ്ട്, സോമവാര വ്രതമുണ്ട്, ഷഷ്ഠി വ്രതമുണ്ട്, പ്രദോഷ വ്രതമുണ്ട്, ശിവരാത്രി വ്രതമുണ്ട്, ഒരുപാട് വ്രതങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ അധികമാണ് തുടർച്ചയായി നിങ്ങളൊരു മണ്ഡലക്കാലം നിങ്ങൾ വ്രതമനുഷ്ഠിക്കുക എന്നത്. അതുകൊണ്ട് മണ്ഡലക്കാലത്ത് സാധിക്കുന്നത്ര ഭക്തജനങ്ങൾ വ്രതമെടുത്തുകൊണ്ട് ആയിരിക്കണം ശബരിമലയിലേക്ക് വരേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മളുടെ ലൗകികമായിട്ടുള്ള ശരീരത്തിനും അപ്പുറത്ത് ഒരു തേജസ്സാർന്ന ശരീരം, ആ ദിവ്യമായ തേജസ് നമ്മളിലേക്ക് യോജിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കാൻ, ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വ്രതം വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. സ്വാമിയേ ശരണമയ്യപ്പ.